ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മൾ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഹെയർ ഫോൾ എന്നുള്ളത്. ഈ ഒരു രീതിയിൽ തുടങ്ങാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഫോൾ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളായിരിക്കും നമ്മൾ. കുറച്ച് മുടി പൊഴിഞ്ഞു പോകുമ്പോൾ തന്നെ നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയ കഷ്ടപ്പാട് നമ്മൾ ആലോചിച്ചു പോകും. ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഞാൻ ഈ ഒരു 2-3 ആഴ്ച കടന്നു പോന്നിരുന്നത്. എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് വലിയ രീതിയിൽ അങ്ങ് കാര്യമാക്കിയില്ല. ചിലപ്പം ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടൊക്കെ ആയിരിക്കും. അതേപോലെ നിങ്ങൾക്കും ഇതേപോലെ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതേപോലെ നമുക്ക് ഡാൻഡ്രഫ് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു നിങ്ങൾക്ക് ഹോം റെമഡിയും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ്. അതിന് മുന്നേ നമ്മൾ ഈ ചാനലിലേക്ക് വന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. അപ്പൊ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പൊ ഞാൻ ഈ ഒരു 1 വീക്കിന്റെ കാര്യം പറഞ്ഞു, ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത് ഈ കേളി അല്ലെങ്കിൽ ഫ്രിസി ഏത് ഹെയർ ആണെങ്കിലും ആവട്ടെ, നമുക്കതൊരു നീട്ടിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹിമാലയം കയറുന്നതിനെക്കാട്ടും കഷ്ടപ്പാടാണ്. ഒരു ഇത്തിരിയാണ് ഒരു 1 വീക്ക് ഒരു മന്തിലൊക്കെ നമ്മളെ ഹെയർ ഗ്രോത്ത് വെക്കുക. അതും എന്തൊക്കെ കഷ്ടപ്പാട് ചെയ്തിട്ടാണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയൂ. അത് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും. ബോയ്സ് അങ്ങനെ പുറത്ത് പറയും, എനിക്ക് തോന്നുന്നില്ല അവർ കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതൊക്കെ. പക്ഷെ ഗേൾസ് അത് പറഞ്ഞു നടക്കുന്ന കൂട്ടത്തിൽ പെട്ടാണ് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു ചില ആളുകൾ പറയില്ല കേട്ടോ. ഓക്കെ, അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് ഈ ഒരു 1 വീക്ക് ഭയങ്കര എയർഫോൾ ആയിരുന്നു. എന്താ സംഭവം എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ നിങ്ങളും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ ഒരു തണുപ്പ് ടൈമിൽ വല്ലാണ്ട് അങ്ങനെ ഹെയർ വാഷ് ചെയ്യൂല. ചിലപ്പോൾ നീരിറക്കം അങ്ങനത്തെ പ്രശ്നം കൊണ്ടൊക്കെ ചില ആളുകൾ ഹെയർ വാഷ് ചെയ്യില്ല. അതിന് പകരം എന്ത് ചെയ്യുക, വല്ല എന്താ പറയുക അലോവേര, അതേപോലെ സ്കാൽപ്പ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ചിലപ്പോൾ അടുത്ത ദിവസം ഹെയർ വാഷ് ചെയ്യണമെന്നില്ല. ചിലപ്പം ഒരു 1 വീക്കിൽ ഒരു 1 ടൈം മാത്രം ചെയ്യുന്ന ആളുകളുണ്ടാവും. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വലിയ വിഷയം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഒരു വീക്കിൽ ഒരു 2 ടൈം മാത്രം ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പുള്ളൊരു ക്ലൈമറ്റാണ്. പിന്നെ അതേപോലെ നമ്മൾ ചിലപ്പോൾ മഴയൊക്കെ കൊണ്ടിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മളെ ഹെയറിൽ നമ്മളെന്താ വെച്ചാൽ സ്കാൽപ്പിൽ ഇതേപോലെ ഡാൻഡ്രഫ് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ ഒരു ഈർപ്പം കെട്ടി നിൽക്കുന്ന ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ ഡാൻഡ്രഫ് വരും. ആ ഒരു ടൈം നമുക്ക് എന്താ വെച്ചാൽ നല്ല രീതിയിൽ ഹെയർ ഫോൾ വരും. അത് മാത്രമല്ല, ഇതേപോലെ സ്കാൽപ്പ് ഡ്രൈ ആക്കി വെക്കുകയാണെങ്കിൽ ഇതേപോലെ ഹെയർ ഫോൾ വരും, ഡാൻഡ്രഫ് വരില്ല. ആ ഒരു ടൈം നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക ഹെയർ ഫോൾ ഏതാണ്, ഏത് ടൈപ്പ് ഹെയർ ഫോൾ ആണ്, ഡ്രൈ സ്കാൽപ്പ് ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഡാൻഡ്രഫ് വന്നതിനെ കൊണ്ടാണോ എന്നുള്ള മനസ്സിലാക്കുക. അപ്പൊ കൂടുതലായിട്ട് മുടി ഇങ്ങനെ ഊർന്ന് വരികയാണെങ്കിൽ അതെന്താ വെച്ചാൽ ചിലപ്പോൾ ഡാൻഡ്രഫോ അല്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പോ ഉള്ളതുകൊണ്ടായിരിക്കും. സ്പ്ലിറ്റ് എൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ താഴ്ഭാഗത്തേക്ക് ഡാമേജ് ആയ മുടിയൊക്കെ സ്പ്ലിറ്റ് എൻഡ് ചെയ്ത് പൊട്ടി പോകുന്ന രീതിയായിരിക്കും. അത് പക്ഷെ എന്നാലും ഗ്രോത്ത് വെക്കും, അതിൽ വിഷയം വരുന്നില്ല. ബട്ട് ഹെയർ ഫോൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഊർന്ന് വരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഹെയർ ഫോൾ. അത് നിങ്ങളെ ഹെയർ പൊളിഞ്ഞു പോകുന്ന ഹെയർ ഉണ്ടാവുമല്ലോ, അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ലെങ്ത്തിലാണ് നമ്മളെ ഹെയറിന്റെ അതേ നീളത്തിലാണ് വരുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഹെയർ ഫോൾ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ ഒരു ലോഡ് കിട്ടുകയാണെങ്കിൽ പിന്നെ പറയേണ്ടിയും വരില്ല. നമ്മൾ ടെൻഷൻ അടിച്ച് അപ്പാടെ സൈഡ് ആവൂല. അപ്പൊ നിങ്ങൾക്ക് പറ്റിയൊരു പാക്ക് ഞാൻ പറഞ്ഞുതരാം. എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഡ്രൈ സ്കാൽപ്പ് വന്നത്, ഡാൻഡ്രഫ് അല്ല വന്നത്, ഡ്രൈ സ്കാൽപ്പ് വന്നുപോയി. എന്താ സംഭവിച്ചില്ല, ഞാൻ ഇങ്ങനെ ഇവിടേക്ക് ഈ ഭാഗത്തേക്ക് നോക്കിയാൽ മതി. ഈ ഭാഗത്ത് നോക്കുമ്പോൾ കുഞ്ഞു പൊടി പോലെ ചെറിയ പൊടി കേട്ടോ, ഭയങ്കര ചെറിയ പൊടി. പക്ഷെ ഞാനത് 2 വീക്കിനെ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. 2 വീക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1 വീക്കിനെ കൊണ്ട് തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് നിങ്ങൾക്ക് സ്കാൽപ്പിൽ ചെയ്യാൻ പറ്റിയത് ഡാൻഡ്രഫ് ആണെങ്കിലും ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിലും ചെയ്യാൻ പറ്റിയൊരു പാക്കാണ് കേട്ടോ. ഞാൻ ആദ്യം ഡാൻഡ്രഫ് വരുമ്പോൾ മാത്രമേ ഇങ്ങനെ ചെയ്യുള്ളൂ. പക്ഷെ ഡ്രൈ സ്കാൽപ്പ് വന്നപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡ്രൈ സ്കാൽപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഡാൻഡ്രഫ് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മളെ ലെമണിന്റെ ജ്യൂസ് ആഡ് ചെയ്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. അപ്പൊ ഞാൻ ഡാൻഡ്രഫ് അല്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ ഈ രീതി ഇവിടെ കാണിക്കാത്തത്. ഞാൻ നിങ്ങൾക്ക് സൈഡിൽ കാണിക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഡാൻഡ്രഫ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ ഇതിലേക്ക് ലെമണിന്റെ ജ്യൂസും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ ഞാൻ ഇതിൽ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രൈ സ്കാൽപ്പാണ് വന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രൈ സ്കാൽപ്പിനുള്ള കാര്യമാണ് ചെയ്തത്. ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പ് അങ്ങ് മാറി കിട്ടും. അതുപോലെ തന്നെ ഹെയർ ഫോൾ ഒട്ടും തന്നെ ഉണ്ടാവില്ല. നമുക്കെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ടൈമിൽ ഉണ്ടായ ഹെയർ ഫോളിനെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ കാണിക്കാം. അത്രയും ഹെയർ ഫോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇത്രയും ഹെയർ ഫോൾ വന്നതിനെ കൊണ്ട് തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നല്ല പേടിച്ചു. ഇതിന്റെ മുടി അത്രയും മെനക്കെട്ട് ഉണ്ടാക്കിയെടുത്താണ്. പിന്നെ നമുക്ക് അറിയാം കേളി ഹെയർ ഭയങ്കര മെയിൻ്റനൻസ് ഭയങ്കര പാടാണ്, ഗ്രോത്ത് ഒക്കെ അതിലും വലിയ പാടാണ്. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോകുക നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ നമുക്ക് ഇത് പൊടി പോലെ ഉണ്ടാവും. ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ ഒരു പാളി പോലെ ഉണ്ടാവും, ഒരു യെല്ലോ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളർ ഷെയ്ഡിൽ ഒരു പാളി പോലെ നമ്മളിങ്ങനെ
ഇങ്ങനെ തട്ടാക്കുമ്പോൾ ഒരു പൊളിഞ്ഞു വരുന്ന ഒരു പാളി പോലത്തെ ആണെങ്കിൽ കേട്ടോ. അപ്പം ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ആദ്യം എന്താ വെച്ചാൽ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നിൽക്കേണ്ടത് ഉള്ളിന്റെ ജ്യൂസാണ്, ഒനിയന്റെ ജ്യൂസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നിങ്ങൾ എഗ് വൈറ്റ് ആഡ് ചെയ്യുക. യെല്ലോ ആഡ് ചെയ്യേണ്ട, എഗ് വൈറ്റ് ആഡ് ചെയ്യുക. എഗ് വൈറ്റ് ആഡ് ചെയ്തതിനു ശേഷം വിറ്റാമിൻ ഇന്റെ ക്യാപ്സ്യൂള്, ഇത് നമ്മൾ ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിലാണ് വിറ്റാമിൻ ഇന്റെ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് ഹണി, കുറേ ഹണി വേണ്ട, കുറച്ച് ഹണിയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മൾ സ്കാൽപ്പിൽ ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് ഹെയർ വാഷ്, മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ കണ്ടീഷണർ വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഡാൻഡ്രഫ് ആണെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ തന്നെ ചെയ്യാം. ഇതിലേക്ക് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ വെച്ചാൽ വീക്കിൽ ഒരു 2 ടൈം ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസിന് നമ്മളെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.